നെയ്മർ ജൂനിയറെ ഇനി അൽ ഹിലാലിന് ആവശ്യമില്ല എന്ന് അൽ ഹിലാൽ പരിശീലകൻ ഹിലാൽ മാനേജ്മെൻറ്റിനോട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അൽ ഹിലാലിൻ്റെ പരിശീലകന് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നെയ്മർ ഒരു ലോകോത്തര താരമാണ്, പക്ഷേ ശാരീരികമായി ഇനി പഴയ നിലവാരത്തിൽ ഇനി അദ്ദേഹത്തിന് കളത്തിലിറങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ കളിക്കാൻ കഴിയില്ല. അൽ ഹിലാൽ പരിശീലകന് ഇങ്ങനെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുപോലെ തന്നെ അൽ ഹിലാൽ പരിശീലകന് നെയ്മർ ജൂനിയർക്ക് AFC ചാമ്പ്യൻസ് ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കാം എന്നുള്ളതും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് പിന്നാലെ നമുക്ക് ആൾറെഡി അറിയാം നെയ്മർ ജൂനിയറിൻ്റെ അൽ ഹിലാലിലെ അവസ്ഥ. അദ്ദേഹം പരിക്കിൻ്റെ വെളിയിലായിട്ട് ഒരുപാട് മാസങ്ങളോളം പുറത്താണ്. അതിൻ്റെയൊക്കെ പിറകിൽ അൽ ഹിലാലിൻ്റെ പരിശീലകന് നെയ്മർ ജൂനിയറോട് അത്ര താല്പര്യമില്ല എന്നുള്ളത് നമ്മൾ പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ നെയ്മർ ജൂനിയറുമായിട്ടുള്ള ഒരു ഇത് നോക്കുമ്പോൾ അൽ ഹിലാൽ പരിശീലകൻ്റെ ഭാഗത്ത് നിന്ന് നെയ്മർ ജൂനിയറോടുള്ള സമീപനമൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് നെയ്മർ ജൂനിയറോട് അൽ ഹിലാൽ പരിശീലകന് വലിയ താല്പര്യമില്ല എന്ന്. അതിൻ്റെയൊക്കെ പുറത്ത് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെയ്മർ ജൂനിയറെ എങ്ങനെയെങ്കിലും ടീമിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു സാഹചര്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇങ്ങനെ മാനേജ്മെൻറ്റിനോട് ഇങ്ങനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ ക്ലബ്ബ് വേൾഡ് കപ്പിലും വേണമെന്നുണ്ടെങ്കിൽ നെയ്മർ ജൂനിയർക്ക് കളിക്കാം. AFC ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ മാസത്തിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. ഏതായാലും ആ ഒരു മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നെയ്മർ ജൂനിയർ അൽ ഹിലാലിൽ തുടരാൻ സാധ്യതയില്ല. ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. MSN ത്രയം ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലെ 2-3 ക്ലബ്ബുകളിൽ നിന്ന് മുന്നേ ഇപ്പോൾ 2 ദിവസം മുന്നേ അതിൻ്റെ അപ്ഡേഷൻ വന്നു, ഓഫർ നെയ്മർക്ക് വന്നിട്ടുണ്ട് എന്ന്. സാന്റോസിലേക്ക് പോയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏതായാലും അൽ ഹിലാൽ പരിശീലകന് നെയ്മർ ജൂനിയറിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാത്തതിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.